Hello, good afternoon. So today, നമ്മൾ ലാബ് അസിസ്റ്റന്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി എന്നുള്ള എക്സാമിനുള്ള അതിലെ ഫിസിക്സിന്റെ പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിലെ നമുക്ക് കുറച്ച് മൊഡ്യൂൾ അതിൽ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ്. സോ വാട്ട് യു മീൻ ബൈ റേ ഓപ്റ്റിക്സ്? എന്താണ് റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ ദ സ്റ്റഡി ഓഫ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? We know that ray optics എന്ന് പറയുന്ന ഒന്നുമില്ല, അത് നമ്മൾ എന്താണ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ്. റേ ഒപ്റ്റിക്സിന് നമ്മൾ എന്തെന്ന് കൂടെ പറയും? ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സ്. ആൻഡ് വൈ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫോളിംഗ് ലൈറ്റ്, അതായത് എങ്ങനെയാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത് അല്ലെ. ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ലൈറ്റ്, റൈറ്റ്? സോ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൗ ദ ലൈറ്റ് ഫാൾസ് അല്ലെ, എങ്ങനെയാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ എ റേ ഓഫ് എ ലൈറ്റ്? ഒരു എന്താണ് റേ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റേ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എന്താണ് നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും? ഇറ്റ് ഓൾവേസ് പാസസ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ ഏതോ ഒരു സോഴ്സിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ലൈറ്റ് വന്ന് അത് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡയറക്ഷനെയാണ് ഏതോ ഒരു സോഴ്സിൽ നിന്നും വന്ന ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ റേ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ നൗ ഇപ്പൊ എന്താണ് ഇതെന്ന് പറയുന്ന ഒരു റേ ഓഫ് ലൈറ്റ് ആണ് അല്ലെ. കാരണം എന്താണ്? അത് ഒരു സോഴ്സിൽ നിന്നും എന്ത് ചെയ്യാണ് വരികയാണ്, ആൻഡ് ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. സോ ഇറ്റ് ഈസ് കാൾഡ് എ റേ ഓഫ് ലൈറ്റ്. So ray optics എന്ന് പറയുന്നത് എന്താണ്? It is nothing but the geometrical optics. It is also called geometrical optics and it is all about the geometry of falling light. ലൈറ്റ് എങ്ങനെയാണ് വന്ന് പതിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്, ദെൻ റിഫ്രാക്ഷൻ, ദെൻ മിററിക്കേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇങ്ങനെയുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കുറിച്ച് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സുകളാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്താണ്, നമുക്കിപ്പോ ഇതിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സിലുള്ള ലൈറ്റിന്റെ റിഫ്ലക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിനാദ്യം നമുക്ക് എന്താണ്, രണ്ട് ടൈപ്പ് സ്പെറിക്കൽ മിറേഴ്സ് ആണുള്ളത് അല്ലെ. കോൺവെക്സ് മിറർ ഉണ്ട്, കോൺകേവ് മിറർ ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ടൈപ്സ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആണ് കോൺവെക്സ് മിററും കോൺകേവ് മിററും. അപ്പൊ അതിൽ കോൺകേവ് മിറർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണല്ലേ, ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കർവ്ഡ് ഇൻവേർഡ് അല്ലെ. അതെന്താണ്? ഇൻവേർഡിലേക്കാണ് കർവ്ഡ്. ഇറ്റ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. സോ concave mirror is curved inward. This is a concave mirror. Then what about convex mirror? Convex mirror is curved outward അല്ലെ, പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ. ഉള്ളിലേക്ക് കൊഴിഞ്ഞു നിൽക്കുന്നതാണ് കോൺകേവ് മിറർ. സോ ഈ രണ്ട് മിറേഴ്സിൽ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു എന്താണ് മിററിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളുണ്ട്, ടെക്നിക്കൽ ടേംസുകളുണ്ട്. അപ്പൊ ഏതൊക്കെയാ നോക്കാം. നമുക്കറിയാം ഏതൊരു മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും, ഇത് രണ്ടും എന്തിന്റെ എക്സാമ്പിൾ ആണ്? ദേ ആർ എക്സാമ്പിൾ ഫോർ സ്പെറിക്കൽ മിറേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ മിറേഴ്സ് എല്ലാം എന്തിന്റെ പാർട്ടാണ്? ദേ ആർ എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ പാർട്ടാണ് കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് മിറർ ആയാലും അല്ലെ. ഒരു സ്ഫിയറിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ള ഒരു ഭാഗം, അതാണ് എന്തെന്ന് പറയുന്നത്? കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ. അതിൽ എന്താണ്? കോൺവെക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കർവ്ഡ് ഇൻവേർഡ് ആൻഡ് കോൺവെക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കർവ്ഡ് ഔട്ട്വേർഡ്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ അല്ലെ. ഓൾ ദി സ്പെറിക്കൽ മിറേഴ്സ് ആർ എ പാർട്ട് ഓഫ് എ ഹോളോ സ്ഫിയർ. ദെൻ എന്താണ്? ആ ഒരു സ്പിയറിന് എന്തുണ്ടാകും? ഒരു സെന്റർ ഉണ്ടായിരിക്കും അല്ലെ. ഏതൊരു സ്പിയറിനും എന്തുണ്ടായിരിക്കും? ഒരു സെന്റർ ഉണ്ടായിരിക്കും. ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് കാൾഡ് ദ സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്പിയർ ഓൺ വിച്ച് ദ മിറർ ഇസ് എ പാർട്ട് അല്ലെ. സ്പിയർ എന്താണ്? സ്പിയറിന്റെ സെന്റർ ആണത്. അതിലെന്താണ്? മിറർ എന്ന് പറയുന്നത് ആ സ്പിയറിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള എന്താണ്? മിററിന്റെ സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ സ്പിയറിന്റെ സെന്ററിനെയാണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്പിയർ ഇൻ വിച്ച് മിറർ ഈസ് എ പാർട്ട്. ദെൻ
ഹിയർ നമുക്കറിയാം എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ വരച്ചിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സസ്. ഇറ്റ് ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ആക്സസ്. അപ്പൊ അത് കോൺകേവ് മിററിനായിക്കോട്ടെ കോൺവെക്സ് മിററിനായിക്കോട്ടെ എന്തുണ്ട്? പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ട്. ദെൻ എന്താണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം സെന്റർ മുതൽ എന്താണ് ഈ സ്ഫിയറിന്റെ ഈ സർഫസ് വരെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കാൾഡ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. The distance between center of curvature to the pole എന്താണ്? പി എന്ന് പറയുന്നതാണ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ആർ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. ദെൻ അങ്ങനെയാണെങ്കിൽ എന്താണ് പോള്? വാട്ട് യു മീൻ ബൈ പോൾ? പോൾ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് അപ്പേർച്ചർ എന്താണെന്ന് അറിയാം. വാട്ട് യു മീൻ ബൈ അപ്പേർച്ചർ? അപ്പേർച്ചർ എന്ന് പറയുന്നത് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ മിറർ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളുടെ കോൺകേവ് മിറർ ആൻഡ് ദിസ് ഈസ് അവർ കോൺവെക്സ് മിറർ. അപ്പൊ ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ എങ്ങനെയാണ്? കോൺകേവ് മിറർ ആണെങ്കിൽ ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടാണ്, ദാറ്റ് ഈസ് കർവ്ഡ് ഇൻവേർഡ് ആണ് അല്ലെ. ദെൻ കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ കർവ്ഡ് ഔട്ട്വേർഡ് ആണ്, പുറത്തേക്ക് എന്താണ് തള്ളി നിൽക്കുന്നത്. അതായത് ഒരു കോൺവെക്സ് മിററിലേക്ക് ലൈറ്റ് എങ്ങനെയാ പതിക്കുന്നത്? ഇങ്ങനെ പുറത്ത് നിന്നാണല്ലോ. അതായത് ഇതാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് കോൺകേവ് ആണെങ്കിൽ എന്താണ് ഇതാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ ആ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് ഒരു സ്പെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പേർച്ചർ എന്ന് പറയുന്നത്. സോ അപ്പേർച്ചർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് എ സ്പെറിക്കൽ മിറർ. ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ. സോ പോൾ എന്ന് പറയുന്നത് എന്താണ്? പോൾ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി അപ്പേർച്ചർ. അതാണ് ഇവിടെ ലേബൽ ചെയ്തിട്ടുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദി അപ്പേർച്ചർ. അപ്പേർച്ചറിന്റെ അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആ പോളും സെന്റർ ഓഫ് കർവേച്ചറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ആർ. So these are the basic technical terms associated with spherical mirrors. Spherical mirrors ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ടേംസ് ആണ്. അതെന്താണ്? കോൺവെക്സ് മിററിലുണ്ട് കോൺകേവ് മിററിലുണ്ട്, രണ്ടും സെയിം തന്നെയാണ് അല്ലെ. ഒറ്റ വ്യത്യാസമുള്ളൂ. കോൺവെക്സ് ആണെങ്കിൽ കർവ്ഡ് ഔട്ട്വേർഡ് ആണ്, കോൺകേവ് ആണെങ്കിൽ കർവ്ഡ് ഇൻവേർഡ് ആണ്. So what you mean by principal axis? It is the straight line through the center of curvature of a spherical mirror. Then center of curvature is the center of the sphere in which a spherical mirror is a part. Then radius of curvature is the distance between center of curvature and pole, which is denoted by the capital letter R. Then aperture is the reflecting surface. Right, aperture is the reflecting surface. Then pole is the midpoint of the aperture. Pole is the midpoint of the aperture. So these are the technical terms associated with spherical mirror. So ഇതിനെ ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. സി എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ സി. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്നാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ദെൻ പോൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറയുന്നത് പോൾ ആണ്. ഓക്കെ, സോ ഇതാണ് കോൺവെക്സ് മിററും ആൻഡ് കോൺകേവ് മിറർ. Okay, now മിററിലോട്ടാണ് ഈ നമുക്ക് ലെൻസ് കൂടെ പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് സ്ഫെറിക്കൽ മിറർ ആണ്. സോ എന്താണ്? ഒരു സ്ഫെറിക്കൽ മിററിലേക്ക് എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്, എങ്ങനെയായിരിക്കും ആ കേസ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. സപ്പോസ് നമുക്കൊരു കോൺകേവ് മിറർ എന്താണ് അസ്യൂം ചെയ്യും. ഓക്കെ, കോൺകേവ് മിറർ ആകുമ്പോൾ കർവ്ഡ് ഇൻവേർഡ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിനെന്തുണ്ടായിരിക്കും? ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടായിരിക്കും. മിഡ് പോയിന്റ് ഓഫ് മിഡ് പോയിന്റ് പോൾ. ദെൻ അതിനെന്തായിരിക്കും? അതൊരു സ്പിയറിന്റെ പാർട്ടാണല്ലേ. ആ സ്പിയറിനൊരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ടായിരിക്കും. ദെൻ ഈ ഡിസ്റ്റൻസിനെയാണ് സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഓക്കെ, സോ ഇതിൽ എന്താണ് പറയുന്നത്? ഇത് എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇൻസിഡന്റ്. ഇത് എന്ത് ചെയ്യുന്നു? ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇൻസിഡന്റ് ചെയ്യുന്നു അല്ലെ.
ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ദെൻ അത് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്, അല്ലെ അത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒബേ ചെയ്യുന്ന ലോസ് ഓഫ് റിഫ്ലക്ഷൻ, ഇപ്പൊ നമുക്കറിയാം പ്ലെയിൻ മിറേഴ്സിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെറിക്കൽ മിറേഴ്സിലും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ലോസ് ഓഫ് റിഫ്ലക്ഷൻസ് ഒബേ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? ഓക്കെ, ദ ആംഗിൾ ഓഫ് നമ്മൾ പറഞ്ഞു എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? പ്ലെയിൻ മിററിലും സ്പെറിക്കൽ മിററിലും എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഏത് ആംഗിളിലാണോ ലൈറ്റ് വന്ന് മിററിൽ പതിക്കുന്നത് അതേ ആംഗിളിൽ തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്? റിഫ്ലക്ട് ചെയ്തും പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ ഐ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു ആർ, വേർ ആർ ഈസ് ദ angle of reflection. So angle of incidence is equal to angle of reflection. Then next എന്താണ് പോയിന്റ്? The incident ray, reflected ray and the normal to the point of incidence all lie in the same plane. അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഇതെല്ലാം എന്താണ്? ഒരേ പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ടു പോസ്റ്റുലേറ്റ്സ് ഇൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ മിററിൽ ഒബേ ചെയ്യുന്നുണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ നമ്മൾ എന്നും കൂടെ പഠിച്ചു സ്പെറിക്കൽ മിറേഴ്സിലും, അത് കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ, ഈ രണ്ട് സ്പെറിക്കൽ മിറേഴ്സിലും ലോസ് ഓഫ് റിഫ്ലക്ഷൻസ് ഒബേ ചെയ്യുന്നുണ്ട്. വിച്ച് ആർ ദ പോസ്റ്റുലേറ്റ്സ്? എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു ആർ. ദെൻ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ and the normal are lie in the same plane. Okay, now we are going to study about the സൈൻ കൺവെൻഷൻ. അതായത് നമുക്ക് എന്താണ് കുറച്ച് സൈൻ കൺവെൻഷൻസ് പഠിക്കാനുണ്ട്. അതായത് എന്താണ് ഏത് ഡയറക്ഷനിൽ വരുമ്പോൾ പോസിറ്റീവ് വരും, ഏത് ഡയറക്ഷനിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസിൽ നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഇത് ഏത് മിററാണ്? ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ അല്ലെ. കർവ്ഡ് ഇൻവാർഡ് അല്ല, ഉള്ളിലോട്ട് കൂടി നടക്കുന്നത്. സോ ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ ആദ്യം ലാബിലെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ദെൻ വി ലേബിൾഡ് ദ പോൾ. ദെൻ ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റിനെ എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്തു. എവിടെ? മിററിന്റെ ഫ്രണ്ടിൽ അല്ലെ. മിററിന്റെ ഫ്രണ്ടിൽ അല്ലേ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. സോ മിററിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്തു? എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വെച്ചു. ആ എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ഇത്ര ഹൈറ്റ് ഉള്ളതിനെയാണ് നമ്മളെങ്കിൽ ആരോ മാർക്ക് ഇത്ര വെച്ചാൽ മതി. നമ്മൾ ഇത്രയും ഹൈറ്റ് ഉള്ളത്, അപ്പൊ നമ്മൾ എത്ര ഹൈറ്റ് ഉള്ളതാണോ അതിനനുസരിച്ച് നമ്മൾ അത് ലേബൽ ചെയ്യും. അപ്പൊ ഓക്കെ, ഇവിടെ ഹൈറ്റ് ലേബൽ ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്തു? ലൈറ്റ് വന്ന് എന്ത് ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഈ മിററിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. അത് ഈ ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തു? ഇമേജ്, ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. ഇത് ഞാൻ എങ്ങനെ വരച്ചിട്ടുള്ളത്? പ്രിൻസിപ്പൽ ആക്സിസിന് തല കീഴായാണ് വരച്ചിട്ടുള്ളത്. കാരണം നമുക്ക് കിട്ടിയ ഇമേജ് എന്താണ്? അതുപോലത്തെ ഇമേജ് ആണ്. സോ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത്, എ ബി എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ സൈൻ കൺവെൻഷൻസ് പറയുന്നത് വെച്ചാൽ നമ്മൾ എല്ലാ ഡിസ്റ്റൻസും, ഓൾ ഡിസ്റ്റൻസസ് നോക്കിയേ, ഇതാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ഓൾ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ ഓർ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്. അപ്പൊ നമ്മൾ നമുക്കറിയാം പോൾ എന്ന് പറയുന്നത് എന്താണ്? പോൾ എന്ന് പറയുന്നത് അപ്പർച്ചറിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അപ്പർച്ചറിന്റെ മിഡ് പോയിന്റ് ആയ പോൾ, ഇവിടെ നിന്നാണ് എല്ലാ ഡിസ്റ്റൻസുകളും, അതായത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, സെന്റർ ഓഫ് കർവേച്ചർ, എല്ലാ ഡിസ്റ്റൻസുകളും നമ്മൾ മെഷർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പോളിൽ നിന്നാണ്. പോളിൽ നിന്നും എങ്ങോട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഒരു ലെൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, അതിനെന്താകുമ്പോൾ ഒരു ഒപ്റ്റിക് സെന്റർ ഉണ്ടായിരിക്കും അല്ലെ. ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്ന O എന്ന് പറയുന്ന പോയിന്റ് ആണ് ഒപ്റ്റിക് സെന്റർ. അവിടെ നിന്നായിരിക്കും ലെൻസിന്റെ കേസിൽ നമ്മൾ എല്ലാ മെഷർമെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതെ ഒപ്റ്റിക് സെന്ററിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക? എല്ലാ ഡിസ്റ്റൻസുകളും മെഷർ ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ മിറർ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു? പോളിൽ നിന്നാണ് മെഷർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അതായത്
ഒന്നുമില്ല. എന്താണ് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ ഈ ഡയറക്ഷനുള്ളതിനൊക്കെ നമ്മൾ എന്താക്കി എടുക്കുന്നു, പോസിറ്റീവ് ആക്കി എടുക്കുന്നു. ഓക്കെ, ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എലോങ് ഇൻസിഡന്റ് ലൈറ്റ് പോസിറ്റീവ്. ഇൻസിഡന്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഇങ്ങോട്ടല്ലേ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനിലോട്ടുള്ള എല്ലാ ഡിസ്റ്റൻസുകളെയും നമ്മൾ എന്താക്കി എടുക്കുന്നു, പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നു. ദെൻ ഡിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡന്റ് ലൈറ്റ്, ഇൻസിഡന്റ് ലൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്, അതായത് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ഡിസ്റ്റൻസുകളെയും നമ്മൾ എന്താക്കി എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ സൈൻ കൺവെൻഷൻ. ഇൻസിഡന്റ് ലൈറ്റിന്റെ അതേ ഡയറക്ഷനിലോട്ടുള്ള എല്ലാ ഡിസ്റ്റൻസുകളെയും നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇൻസിഡന്റ് ലൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസുകളെയും നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടോ, ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ എന്താണ് മുകളിലോട്ടുള്ളതിനെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടും പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടുള്ളതിനെല്ലാം നമ്മൾ എന്താക്കി എടുക്കണം, നെഗറ്റീവായിട്ടും എടുക്കണം. അതും നമ്മളുടെ രണ്ടാമത്തെ ഒരു എന്താണ് സൈൻ കൺവെൻഷനിലെ ലോ ആണ്. അതായത് നോക്കിയേ, ദ ഹൈറ്റ് മെഷേർഡ് upward with respect to x-axis and normal to the principal axis of the mirror or lens are taken as positive. അതായത് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഇങ്ങനെയല്ലേ, അതിന് നോർമൽ അപ്വേർഡ് നോർമൽ ആയിട്ട് ഇരിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ എക്സ് ആക്സിസിന് അപ്വേർഡ് ആയിരിക്കുന്നവരൊക്കെ നമ്മൾ പോസിറ്റീവായിട്ടും, ആൻഡ് ഹൈറ്റ് മെഷർ ഡൗൺവേർഡ് എന്താണ് എക്സ് ആക്സിസ് ഓർ പ്രിൻസിപ്പൽ ആക്സിസ് വി ടേക്കൺ ഇറ്റ് ആസ് നെഗറ്റീവ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എങ്കിൽ അതിന് എന്താണ് അപ്വേർഡ് നോർമൽ ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടും, അതിന് നമുക്കുള്ളത് ഇൻസിഡന്റ് ഡയറക്ഷനിലുള്ളതാണ് പോസിറ്റീവ്, ഇൻസിഡന്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണെങ്കിൽ നെഗറ്റീവ്. ദെൻ പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിട്ടാണെങ്കിൽ പോസിറ്റീവ്, ആൻഡ് പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ നെഗറ്റീവ്. So these are the sign conventions. So അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താ ഇവിടെ നോക്കിയേ, ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണോ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. HO ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് നോർമൽ ആണ്. സോ അതിനെ നമ്മൾ എന്താക്കി എടുക്കണം, we will take it as positive. Then what about the image A' B'? ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിനെ ഡൗൺവേർഡ് ആണ്. സോ നമ്മൾ ഹൈറ്റ് ഓഫ് ഇമേജ് HI എന്ന് പറയുന്നത് എന്താക്കി എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഈ സൈൻ കൺവെൻഷൻ കൊണ്ടുള്ള നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടിയ ഇമേജ്, അതിന്റെ ലെങ്ത് ഡിസ്റ്റൻസ് മാത്രം പോരാ, വിത്ത് സൈൻ കൺവെൻഷൻ വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ സൈൻ കൺവെൻഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. Now we move on to the focal length of a spherical mirror. എന്താണ് ഒരു സ്പെറിക്കൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? സ്പെറിക്കൽ കോൺകേവ് മിറർ അല്ലെ. അപ്പൊ ഈ രണ്ടിനും എന്തുണ്ട്, ഒരു അതിൻ്റെതായിട്ടുള്ള ഫോക്കസുകളുണ്ട്. അത് ആക്ച്വലി എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞാല്, സെർട്ടൺ എന്താണ് ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ മിററിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. എങ്ങനെ? പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് കണ്ടോ, ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതല്ലേ നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് കുറെ റേസിലെ എന്ത് ചെയ്യുന്നു, വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്തെന്ന് നോക്കിക്കേ. they will all are reflected. എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോയിട്ടാണ് ഇവരെല്ലാവരും റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. they all are converged to a particular point. എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇതേതാ മിറർ, കോൺകേവ് മിറർ. in the case of concave mirror they all are converged at a point that is called the focus of the concave mirror. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. എന്താ നമ്മളെടുത്തത്, we will consider a beam of light that passing parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് ഒരുപാട് റേസ് എന്ത് ചെയ്യുന്നു, കോൺകേവ് മിററിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ആൻഡ് all the reflected rays are converged to a point. എല്ലാ റിഫ്ലക്റ്റഡ് റേസ് എന്ത് ചെയ്യുന്നു, ഒരൊറ്റ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു. and that point is called the focus or principal focus. It is called the, കാരണം അത് പ്രിൻസിപ്പൽ ആക്സിസിലല്ലേ ആ പോയിന്റ് ഉള്ളത്. സോ ഇറ്റ് ഈസ് കാൾഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് കോൺകേവ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. അപ്പൊ കോൺകേവ് മിററിൽ എന്താ സംഭവിക്കുന്നത്, ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു, ആ റിഫ്ലക്റ്റഡ് റേസുകളെല്ലാം ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്.
അല്ലെ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. എന്താണ്, മിററിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ അല്ലെ, മിററിന്റെ ഇത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ്, ഇത് ബിഹൈൻഡ് ദ മിറർ ആണ്. അപ്പോൾ കോൺകേവ് മിററിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിൽ തന്നെ all reflected rays are converged to a point, and that point is called the principal focus of the concave mirror. Okay, then what about convex mirror? What about the principal focus or focus of a convex mirror? ഓക്കെ, നമ്മള് കോൺകേവ് മിററിൽ പോലെ തന്നെ നമുക്കറിയാം, ഇതാണ് നമ്മളുടെ കോൺവെക്സ് മിറർ, കർവ്ഡ് ഔട്ട്വേർഡ് ആണ്. ദിസ് ഇസ് അവർ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ ലാബിൽ ചെയ്തു. ദെൻ ദിസ് ഇസ് ദ പോൾ. ആൻഡ് ഇവിടെയും എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ലൈറ്റ് എന്ത് ചെയ്യുന്നു, വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റ് റേസ് ആർ ഇൻസിഡന്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് ദേ വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ്. അതായത് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് പോയി. ഉണ്ടോ, റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് കാണുന്നത്. ഈ ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു, ഈ ലൈറ്റ് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടുത്തെ റിഫ്ലക്റ്റഡ് റേസ്, 1 സെക്കൻഡ്, ഇവിടത്തെ ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്ലൂ കൊണ്ട് ഞാൻ വരക്കുന്നതാണ് നമ്മളുടെ ഇൻസിഡന്റ്. അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് ഇവരെല്ലാം എന്ത് ചെയ്തു, ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആരോ മാർക്ക് എങ്ങനെ ആയിരിക്കും. ഇനി ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഇൻസിഡന്റ് റേ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ലൈക്ക് ദിസ് ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ലൈക്ക് ദിസ്. It will reflect like this. Okay, 4 ഇൻസിഡന്റ് റേ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റും ചെയ്യുന്നു. നോക്കിയേ, ഈ റിഫ്ലക്റ്റഡ് റേസ് എവിടെയെങ്കിലും കൺവേർജ് ചെയ്യുന്നുണ്ടോ, അവർ കൂട്ടിമുട്ടുന്നുണ്ടോ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ? ഇല്ലല്ലോ. നമുക്ക് കോൺകേവിൽ എങ്ങനെയാണ് കിട്ടിയിരുന്നത്, നമ്മളുടെ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇൻ കേസ് ഓഫ് കോൺവെക്സ് മിറർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിൽ എന്ത് ചെയ്യുന്നില്ല, ഈ റിഫ്ലക്റ്റഡ് റേസ് ഒന്നും കൺവേർജ് ചെയ്യുന്നില്ല. പകരം അവരെന്താ ചെയ്യുന്നത്, ദേ വിൽ ഡൈവേർജ്. അവരെന്താ ചെയ്യുന്നത്, ഡൈവേർജ് ആണ് ചെയ്യുന്നത് അല്ലെ, ചിന്നിച്ചിതറി പോകുന്നത്, ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. ബട്ട് വെൻ വി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റിഫ്ലക്റ്റഡ് റേസിന് ഈ മിററിന്റെ പുറകിലോട്ട് വരച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നാണ് വരുന്നത് അല്ലെ. ഇവരെല്ലാം നമ്മള് ഇൻ ഫ്രണ്ട് ഓഫ് ബിഹൈൻഡ് ദ മിറർ അല്ലെ, ബിഹൈൻഡ് ദ മിററിലോട്ട് എൻലാർജ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ വിൽ സീൻ ദാറ്റ് ദേ അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എ പെർട്ടിക്കുലർ പോയിന്റ്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, so that point is called the principal focus of a convex mirror. ആ പോയിന്റ് നമ്മള് കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. It is called the principal focus of the convex mirror. So convex mirror ന്റെ principal focus എന്ന് പറയുന്നത് എവിടെയാണ്, it is behind the mirror. In case of concave mirror, it is in front of the mirror. മാറിപ്പോകരുത്, കോൺകേവ് ആണെങ്കിൽ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം കൺവേർജ് ചെയ്യും and principal focus is in front of the mirror. And in case of convex mirror, എന്താണ്, നമ്മളുടെ റിഫ്ലക്റ്റഡ് റേസ് എല്ലാം ഡൈവേർജ് ചെയ്യുന്നതാണ് കാണുന്നത്. ഡൈവേർജ് ആൻഡ് അപ്പിയർ ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ പോയിന്റിനാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എവിടെയാണ്, ഇറ്റ് ഈസ് ബിഹൈൻഡ് ദ കോൺവെക്സ് മിറർ. സോ ദിസ് ഓൾ അബൌട്ട് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറേഴ്സ്. ഓക്കെ, നമ്മൾ 2 കേസും ഡിസ്കസ് ചെയ്തു, കോൺവെക്സിന്റെയും കോൺകേവിന്റെയും. Now what you mean by focal plane? എന്താണ് ഫോക്കൽ പ്ലെയിൻ എന്നുള്ളത്? സിമ്പിൾ ആണ്. നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, ഈ കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കോട്ടെ ഏത് മിററിലായാലും ലൈറ്റ് റേസ് എങ്ങനെയായിരുന്നു വന്നിരുന്നത്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ടാണ് വന്നിരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിച്ചത് അല്ലെ. അപ്പൊ ഇനി എന്താണ്, ലൈറ്റ് റേസ് ഡിഫറെന്റ് ആംഗിൾസിൽ വരുന്നു. ഓക്കെ, ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിക്കൊണ്ടല്ലാതെ പല പല ആംഗിളിൽ വരുന്നു. നോക്കിയേ, കണ്ടോ, ഇത് നോക്കിയേ, ഇത് ഈ ഒരു ആംഗിളിലാണ് വന്നത്, ഇത് ഈ ഒരു ആംഗിളിലാണ് വന്നത് അല്ലെ. നമ്മൾ സെന്ററിൽ നിന്നും മിററിലോട്ട് വരക്കുന്ന വരെയാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടോ, ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ലൈറ്റ് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദ ലൈറ്റ് റേസ് ആർ ഇൻസിഡന്റ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. അങ്ങനെ പെർട്ടിക്കുലർ ആംഗിളിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഇൻസിഡന്റ് റേസ് എന്ത് ചെയ്യുന്നു, അവര് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അവരും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ദേ വിൽ റിഫ്ലക്റ്റഡ് അറ്റ് പെർട്ടിക്കുലർ ആംഗിൾസ്. അവരെന്ത് ചെയ്യുന്നു, പെർട്ടിക്കുലർ ആംഗിൾസിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ആൻഡ് അവർ റിഫ്ലക്ട് പോയിന്റിൽ കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ
അവർ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ഫോക്കസ്. നമ്മളുടെ ഇൻസിഡന്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആണെങ്കിൽ അവരെന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആയിരിക്കും കടന്നു പോകുക. പക്ഷെ ഇവിടെ നമ്മൾ ലൈറ്റ് എങ്ങനെയെന്നോ ഇൻസിഡന്റ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടുള്ള പകരം ഡിഫറെന്റ് ആംഗിൾസിലാണ്. അങ്ങനെ ഡിഫറെന്റ് ആംഗിൾസിൽ ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്തും ഈ റിഫ്ലക്റ്റർ റേസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ നോക്കിക്കേ ഇവിടെ നമ്മളുടെ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഒരു പ്ലെയിന് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ റിഫ്ലക്റ്റഡ് റേസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലേ? ഇവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലേ? യെസ്. പിന്നെ അവരെന്താണ് ഈ ഒരു എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട് കാണാൻ പറ്റും. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ? ആ പോയിന്റ്, ഈ പോയിന്റ് ഇത് വേറൊരു ഫോക്കസാ. എങ്ങനെ? ഡിഫറെന്റ് ആംഗിൾസിൽ വന്ന് പതിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നും പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ആൾസോ നോർമൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് എന്താണ്, നോർമലുമാണ്. സോ ഇത് അടങ്ങിയിട്ടുള്ള പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. സച്ച് എ പ്ലെയിൻ ഈസ് കാൾഡ് ഫോക്കൽ പ്ലെയിൻ. കണ്ടീഷൻ എന്താണ്? വെൻ ലൈറ്റ് റേസ് ആർ ഇൻസിഡന്റ് അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ അല്ലെ? ഡിഫറെന്റ് ആംഗിൾസിൽ വന്ന് പതിക്കുന്ന സമയത്ത് ദേ വിൽ കൺവേർജ് അറ്റ് ഡിഫറെന്റ് ആംഗിൾസ് ആൻഡ് ദാറ്റ് പോയിന്റ് ദാറ്റ് സച്ച് പോയിന്റ്സ് ആർ എന്താണ്, ഇവിടെ ഇങ്ങനെ പോയിന്റ്സുകൾ ഉണ്ടാവും. ഈ പോയിന്റ്സുകളെല്ലാം എന്താണ്, ദേ ആർ പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ആൾസോ പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സച്ച് എ പ്ലെയിൻ ഈസ് കാൾഡ് ഫോക്കൽ പ്ലെയിൻ. ആ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. അതായത് ആറും എഫും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന്. എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. സെന്റർ ഓഫ് കർവേച്ചറും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ? അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറും പോളും, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ആ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചില്ല. എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്? അതായത് ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ, റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു കോൺകേവ് മിറർ ആണല്ലേ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വി കൺസിഡർഡ് ഹിയർ എ കോൺകേവ് മിറർ ആൻഡ് നമ്മൾ പോള് ലേബിൾ ചെയ്തു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ആൻഡ് ദിസ് ഇസ് ദ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന് എന്ത് ചെയ്യുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇൻസിഡന്റ് ചെയ്യുന്നു. ദെൻ ആ ലൈറ്റ് മിററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നോർമൽ വരക്കുന്നു. എങ്ങനെയാണ് നോർമൽ വരക്കുന്നത്? സെന്ററിൽ നിന്നും. ഇതൊരു സ്ഫിയറിന്റെ ഭാഗമല്ലേ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഫിയറിന്റെ സെന്റർ ആയിട്ടുള്ള സെന്ററിൽ നിന്നും ഈ മിററിലോട്ട് നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുന്നു. അതാണ് ഈ മിറർ, ഈ ഇൻസിഡന്റ് റേന്റെ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ നോർമലുമായിട്ട് ഇൻസിഡന്റ് റേ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇൻസിഡന്റ് ആംഗിൾ. അത് ഇവിടെ തീറ്റയാണ്. ഓക്കെ, അത് ഇവിടെ എന്താണ്, തീറ്റയാണ്. അപ്പൊ ഈ ഇൻസിഡന്റ് ചെയ്ത ആംഗിൾ എന്ത് ചെയ്യുന്നു, ഇൻസിഡന്റ് ചെയ്ത ആംഗിൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ. നമ്മളിപ്പോ പഠിച്ചില്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ വിൽ ബി ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. അതെന്ത് ചെയ്തു, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്തു. ഇനി നമുക്കറിയാം ഈ റിഫ്ലക്റ്റഡ് ആംഗിളും റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതും എത്ര തന്നെയായിരിക്കും, തീറ്റ തന്നെയായിരിക്കും. കാരണം ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആര് ഒബേ ചെയ്യുന്നുണ്ട്, സ്പെറിക്കൽ മിറേഴ്സ് ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ കാര്യം. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയിരിക്കും. സോ ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഇനി നമുക്കറിയാം ഈ ആംഗിളിലെ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ. സോ ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഇതും എന്തായിരിക്കും, തീറ്റയായിരിക്കും. ഈ ആംഗിളും എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റയായിരിക്കും. സോ അപ്പൊ എങ്ങനെയാണ് ഈ മൂന്ന് ആംഗിളും തീറ്റ എന്ന് മനസ്സിലായല്ലോ, ആൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ച് നോക്കി. ഇനി പ്രിൻസിപ്പൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റയാണ്. അത് തീറ്റയുടെ ഡബിൾ ആയിരിക്കും. ഇറ്റ് ഈസ് 2 തീറ്റ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങോട്ടൊരു നോർമൽ വരച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു നോർമൽ വരച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് DM. അതിന് നമ്മൾ DM എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R ആൻഡ് F ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു,
പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലായിട്ട് ഒരു ലൈറ്ററെ കൺസിഡർ ചെയ്തു. ആ ലൈറ്റർ എന്ത് ചെയ്തു, മിററിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു അറ്റ് ആൻ ആംഗിൾ തീറ്റ ആൻഡ് ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് മേക്ക് എ റിഫ്ലക്റ്റഡ് ആംഗിൾ ഓഫ് തീറ്റ. ആൻഡ് നമ്മൾ ഈ ആംഗിൾ തീറ്റയാണെന്ന് പറഞ്ഞു ആൻഡ് ഈ ആംഗിൾ 2 തീറ്റയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മളുടെ കോൺകേവ് മിററിന്റെ കേസാണ്. അതുപോലെ തന്നെ കോൺവെക്സ് മിറർ ഉണ്ട്, രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ ലെറ്റ് സി ബി ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. സി ആണ് എന്ന് പറയുന്നത് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. കൺസിഡർ എ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പാരലൽ ഒരു റേ കൺസിഡർ ചെയ്തു ആൻഡ് അത് എന്ത് ചെയ്തു, എം എന്ന് പറയുന്ന എന്ത് ചെയ്തു വന്ന് പതിച്ചു. ആൻഡ് സി എം വിൽ ബി ദ പെർപെൻഡിക്കുലർ ടു ദ മിറർ. എം എന്ന് പറഞ്ഞു എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ നിന്നും മിററിലേക്ക് വരക്കുന്നതാണ് നോർമൽ എന്ന് പറയുന്നത്. ഇൻ തീറ്റയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നുണ്ടെങ്കിൽ ആൻഡ് എം ഡി ബി ദ പെർപെൻഡിക്കുലർ ഫ്രം എം ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ എം ഡി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിലേക്ക് വരക്കുന്ന ഒരു നോർമൽ ആണ്. ഇനി നമുക്ക് ആംഗിൾ എം സി പി എന്ന് പറയുന്ന തീറ്റയാണ്, എം എഫ് പി എന്ന് പറയുന്ന 2 തീറ്റയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്താണ്, ടാൻ തീറ്റ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കുമ്പോൾ ഇതിൽ നിന്നും എന്താണ് ആംഗിൾ ട്രയാങ്കിൾ എം സി പി തീറ്റ ആണല്ലോ. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് ട്രയാങ്കിൾ സി എം ഡി. ഇതിൽ നിന്നും ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആ ഒരു ഏതൊക്കെയാണ് സി എം ഡി എന്ന് പറയുന്ന ട്രയാങ്കിളില് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ സി ഡി അല്ലെ. എം ഡി ഡിവൈഡഡ് ബൈ സി ഡി ആയിരിക്കും ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി ടാൻ 2 തീറ്റ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, എഫ് ഡി എം എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടാൻ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റും. ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും, അവിടെയും ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, എം ഡി ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്, എഫ് ഡി ആണ് അവിടെ അല്ലെ. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് ഡി ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ നമ്മളുടെ തീറ്റയും ടാൻ തീറ്റയൊക്കെ വളരെ ചെറിയ വാല്യൂസ് ആണ്. തീറ്റയും തീറ്റ വളരെ സ്മോൾ ആണ്. തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ 2 തീറ്റയും സ്മോൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള കേസിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്, തീറ്റയ്ക്ക് ഇക്വലന്റ് ആണ്. വെൻ തീറ്റ ഈസ് വെരി സ്മോൾ ദെൻ ടാൻ തീറ്റ ഈസ് ഇക്വലന്റ് ടു തീറ്റ. സോ ടാൻ തീറ്റയ്ക്ക് പകരം ഇത് നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ടാൻ 2 തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, വെറും 2 തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരും, അപ്പോ തീറ്റയ്ക്ക് പകരം ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് തീറ്റ എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ സി ഡി. ദെൻ ടാൻ 2 തീറ്റയ്ക്ക് പകരം വെറും 2 തീറ്റ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. എം ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി എന്ന് കിട്ടും. സോ നമുക്ക് നോക്കിയാൽ ഇവിടെ 2 തീറ്റ 2 എന്ന് എഴുതാം. തീറ്റ എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇതല്ലേ. ദാറ്റ് ഈസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, എം ഡി ഡിവൈഡഡ് ബൈ സി ഡി എന്ന് എഴുതാം അല്ലെ. എം ഡി ഡിവൈഡഡ് ബൈ സി ഡി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എം ഡി ഡിവൈഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു എം ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി എന്ന് എഴുതാം. ഓക്കെ, എം ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ഓക്കെ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എം ഡി ക്യാൻസൽ ചെയ്ത് പോകും. എം ഡി എന്ത് ചെയ്തു, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകുന്നു. ദെൻ ബാക്കി നമുക്ക് ഇവിടെ എഴുതാം, എം ഡി ക്യാൻസൽ ആയി പോയി. ബാക്കി നമുക്കുള്ളത് എന്താണ്, 2 ഇൻറ്റു 2 ബൈ സി ഡി. 2 ബൈ സി ഡി ഈസ് ഈക്വൽ ടു 1 ബൈ എഫ് ഡി ആണ്. 1 ബൈ എഫ് ഡി ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഡി ഈസ് ഈക്വൽ ടു സി ഡി ബൈ 2 എന്ന് എഴുതാം അല്ലെ. ഡി ഈസ് ഈക്വൽ ടു സി ഡി ബൈ 2 എന്ന് എഴുതാം. ഇനി നോക്കിയേ, ഈ എഫ് ഡി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ എഫ് ഡിയും സി ഡിയും എന്താന്ന് നോക്കിയേ. എഫ് ഡി എന്ന് പറയുന്നത്
ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതാണ് എഫ് ഡി എന്ന് പറയുന്നത്. അതായത് ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറുത്. അപ്പൊ ഇത് നമുക്ക് ആക്ച്വലി എന്താക്കി എടുക്കാം? ഈ മിററിലേക്കുള്ള ഡിസ്റ്റൻസ് ആക്കി എടുക്കാം. കാരണം ഡിയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്മോൾ. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ എന്താണ് ഡി എന്ന് പറയുന്നത് പി ആക്കിയിട്ട് തന്നെ എടുക്കാം. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസിൽ നിന്നും പോളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എഫ് ഡി പകരം നമുക്ക് എന്ത് കൊടുക്കാം? സ്മോൾ എഫ് ഫോക്കൽ ലെങ്ത് എന്ന് കൊടുക്കാം. ഇനി എന്താണ് സി ഡി? ഇതാണ് സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് സി ഡി. ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? അപ്പൊ സി ഡിക്ക് പകരം നമുക്ക് ആർ എന്ന് കൊടുക്കാം. സോ എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു. ദിസ് ഈസ് അവർ റിലേഷൻ. എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു. ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, so this is the relationship between what focal length and radius of curvature. Focal length ഉം radius of curvature ഉം തമ്മിലുള്ള റിലേഷൻ ആണ് എഫ് എന്ന് പറയുന്നത്. എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ആർ എന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 into ഫോക്കൽ ലെങ്ത് അല്ലെ? ആർ ഇസ് ഈക്വൽ ടു 2f എന്ന് നമുക്ക് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 2f. റേഡിയസ് ഈക്വൽ ടു 2 into ഫോക്കൽ ലെങ്ത് ഓർ എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. രണ്ടും കൂടെ പഠിച്ചു വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒന്നെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു എന്ന് പഠിച്ചേക്കാം. നമ്മൾ ആ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പഠിക്കുന്നതാണ് സുഖം. കാരണം ഓട്ടോമാറ്റിക്കലി കിട്ടും അല്ലെ? എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു. ദെൻ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യും. നൗ എന്താണ് മിറർ ഇക്വേഷൻ? സോ മിറർ ഇക്വേഷന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, പക്ഷെ ജസ്റ്റ് ആ ഒരു എങ്ങനെയാണത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതായത് എന്താണ് മിറർ ഇക്വേഷൻ എന്നുള്ളത് മതി നമുക്ക്. ആ ഇക്വേഷൻ മതി. സോ അതിൽ നമ്മൾ ചെയ്യുന്നതൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കോൺകേവ് മിറർ ആണല്ലേ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു കോൺകേവ് മിറർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ ഓൾറെഡി ലേബൽ ചെയ്യണം. ദിസ് ഇസ് ദ പ്രിൻസിപ്പൽ ആക്സസ്, സെന്റർ ഓഫ് കർവേച്ചർ. ദെൻ എന്ത് ചെയ്യുന്നു? ലൈറ്റ് റേ എങ്ങനെയാ വരുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലൽ ആയിക്കൊണ്ട് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. പാരലൽ ആയിട്ട് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഏതിലൂടെ ആയിരിക്കും? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തു. ദെൻ അടുത്തൊരു ലൈറ്റ് റേ വരുന്നത് എങ്ങനെയാണ്? അടുത്ത ലൈറ്റ് റേ വരുന്നത് സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. നമുക്കറിയാം സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? അതിലൂടെ തന്നെയായിരിക്കും റിഫ്ലക്ട് ചെയ്ത് പോവുക. ആ പാത്തിന് വേറെ ഒരു ഡിവിയേഷൻ ഉണ്ടാവില്ല. ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ഇറ്റ്സെൽഫ്. ഓക്കെ, ദെൻ അടുത്ത മൂന്നാമത്തെ ഒരു ലൈറ്റ് റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അത് പോളിലോട്ടാണ് വരുന്നത്. പെർട്ടിക്കുലർ ആംഗിൾ പോളിലോട്ട് എന്ത് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിൽ. ആ പോളിലൂടെ ഏത് ആംഗിളിലാണോ ഇൻസിഡന്റ് ചെയ്യുന്നത് അതേ ആംഗിളിലൂടെ തന്നെ അത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഈ 3 റിഫ്ലക്റ്റഡ് റേസ്, ഓക്കെ, റിഫ്ലക്റ്റഡ് റേസിന് ഇതാണ് രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേസ്. സെന്റർ ഓഫ് കർവേച്ചറിലൂടെ ഉള്ളത് അതിലൂടെ തന്നെ റിഫ്ലക്ട് ചെയ്തു. അപ്പൊ നോക്കിയേ, 3 റിഫ്ലക്റ്റഡ് റേസും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിലായിരിക്കും എന്ത് ഫോം ചെയ്യുക? നമ്മളുടെ ഇമേജ്, ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇമേജ്. നമുക്ക് കിട്ടിയ ഇമേജ് എങ്ങനെയാ? തല കീഴായിട്ടുള്ള ഇമേജ് ആണ് അല്ലെ? ഓക്കെ, എ ബി എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ഒബ്ജക്റ്റ്. അതിൽ നിന്ന് നമ്മൾ 3 ലൈറ്റ് റേ കൺസിഡർ ചെയ്തു. ഏതൊക്കെയാണ്? ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത്, ദെൻ ഒന്ന് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ, ഒന്ന് നേരെ പോളിലോട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഹൈയിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് പതിച്ചു. ഈ 3 ലൈറ്റ് റേന്റെയും റിഫ്ലക്റ്റഡ് റേസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അവർ കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിലാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഇമേജ് ഉണ്ടാവുന്നത്. ദാറ്റ് ഇമേജ് ഓക്കെ, ആ ഇമേജ് ആണ് നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഇമേജ്. ഇനി നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടത് എഫ് പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താ നമുക്കറിയാം? ഫോക്കൽ ലെങ്ത് ആണ്. ഇനി ഇമേജും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു. ഏതൊരു മെഷർമെന്റും എവിടെ നിന്നാണ് എടുക്കുക? പോളിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി എന്ന് കൊടുക്കും. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ്, അതായത് പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരം. ഇനി എന്താണ്? പോളിൽ നിന്നും നമ്മളുടെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോളിൽ നിന്നും ഒബ്ജക്റ്റ് യു എന്ന് പറയും. സോ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്,
വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ്, എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്, അതായത് പോളും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള ദൂരം. അപ്പോൾ പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് വി, പോളിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്ത്. ഓക്കെ ആണോ? ഈ മൂന്ന് പാരാമീറ്റേഴ്സും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് പാരാമീറ്റേഴ്സും, അതായത് യു, വി ആൻഡ് എഫ്, ഇത് മൂന്നും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് മിറർ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നത്? മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f is equal to 1/u plus 1/v. So this is the mirror equation. ഇതിനെയാണ് നമ്മൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? 1/f is equal to 1/u plus 1/v, where f is the focal length, u is the objective distance and v is the image distance. അപ്പൊ എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? പോളിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരം. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോളിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം. എല്ലാം നമ്മൾ എല്ലാ മെഷർമെന്റും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പോളിൽ നിന്നാണ്. സൈൻ കൺവെൻഷനും കൂടെ കൊടുക്കേണ്ടി വരും അല്ലെ? സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ എന്താണ്? പോളിൽ നിന്നും ഇൻസിഡന്റ് ചെയ്ത അതേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കൊടുക്കണം, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, അതുപോലെ പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/f is equal to 1/u plus 1/v. അപ്പൊ നമുക്കറിയാം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തന്നു. ഒരു മിറർ വെച്ചിട്ട്, ഒരു മിററിൽ നമ്മൾ എന്ത് ചെയ്തു? മിററിന്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്ത ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ? ബൈ യൂസിങ് ദി മിറർ ഇക്വേഷൻ അല്ലെ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ മിററിന്റെ ഫോക്കൽ ലെങ്ത്തും തരും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും തരും. എന്നിട്ട് എന്താണ്? ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും, വി കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് മിറർ ഫോർമുല അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/f is equal to 1/u plus 1/v. അതിൽ u ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, v ഇമേജ് ഡിസ്റ്റൻസ്, f എന്ന് പറയുന്ന ഫോക്കൽ ലെങ്ത്. നൗ ലീനിയർ മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതും ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസ് വരുന്ന ഏരിയ ആണ്. മാഗ്നിഫിക്കേഷൻ അതായത് ഒരു മിററിന്റെ മാഗ്നിഫിക്കേഷൻ കാണുക. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ്. അതായത് ഇമേജിന്റെ ഹൈറ്റ് HI, ഇമേജിന്റെ ഹൈറ്റ് നമ്മൾ HI എന്ന് കൊടുത്തു, അതിന്റെ റേഷ്യോ ഇതുമായിട്ട് ടു ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് HO, അല്ലെങ്കിൽ പ്ലെയിൻ H എന്ന് ഇടാം. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ M is equal to, it is the ratio of the height of image to the height of object. M is equal to HI/HO ആണ് മാഗ്നിഫിക്കേഷൻ, ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? അപ്പോ HI/HO ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇമേജ് എങ്ങനെയാണ് കിട്ടിയത്? ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിരുന്നു, ഇമേജ് നമുക്ക് കിട്ടിയത് പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്താണ്? നമ്മളുടെ ഇമേജ് HI എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡിലതൊക്കെ നമ്മൾ എങ്ങനെ എടുക്കണം? നെഗറ്റീവ് എടുക്കണം, സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. അപ്പോ -HI/ എന്താണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആണ്, സോ HO തന്നെ. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ പ്രകാരം HI/HO ആണ്. പക്ഷേ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇമേജ് പ്രിൻസിപ്പൽ ആക്സിസിന് ഡൗൺവേർഡ് ആണ്, സോ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇനി ഇൻ കേസ് നമുക്ക് കിട്ടിയ ഇമേജ് ഇതേ ഡയറക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിന് അപ്വേർഡ് ആയിരുന്നെങ്കിൽ നമ്മൾ നെഗറ്റീവ് കൊടുക്കണ്ട. ഓക്കെ, അപ്പോ എന്താണ്? ഏതൊരു പ്രോബ്ലം തരുമ്പോഴും എന്താണ്? സൈൻ കൺവെൻഷനും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഡയറക്റ്റ് ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. നമുക്ക് കിട്ടിയ ഇമേജ് ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അല്ലെ, ഇൻവേർട്ടഡ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് ഡൗൺവേർഡ് ആയിരിക്കും, സോ നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതല്ല ഇറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ ആക്സിന് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട?
പോസിറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് കൊടുക്കാനുള്ളത്. സോ ഇക്വേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടത് അതും കൂടെ അറിഞ്ഞിട്ട് അതും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രോബ്ലം ചെയ്യാനായിട്ട്. സോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട്. M is equal to HI/HO. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞില്ലേ. സ്പെറിക്കൽ മിറേഴ്സിൽ 2 ടൈപ്പ് സ്പെറിക്കൽ മിറർ ഉണ്ട്, അതിന്റെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു, എങ്ങനെയാണ് അതിന്റെ റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. Then relationship between focal length and radius of curvature. Then what you mean by mirror equation അല്ലെങ്കിൽ mirror formula. Now we move on to refraction. Okay, next term ആണ് refraction. എന്താണ് refraction എന്ന് പറഞ്ഞാല്? It is very simple. എന്താണ്? The bending of light when it passes from one medium to another medium is called refraction. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്, സെയിം മീഡിയത്തിലുള്ള കേസായിരുന്നു. ഇനി എന്താണ്, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ലൈറ്റിന് ഒരു ബെൻഡിങ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു ലൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക്, സപ്പോസ് എയറിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് പോകുന്നു, അല്ലെങ്കിൽ എയറിൽ നിന്നും ഗ്ലാസിലേക്ക് ലൈറ്റ് പോകുന്നു, അല്ലെങ്കിൽ ഗ്ലാസിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് പോകുന്നു, ഇങ്ങനെ ഡിഫറെന്റ് മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു. ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഈസ് കാൾഡ് റിഫ്രാക്ഷൻ. Then ഇതിനുമുണ്ട് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. There are 2 laws of refraction, first law and second law. അപ്പൊ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്? ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനൊരു കേസ് പറയണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പൊ ഇതൊരു മീഡിയമാണ്, എന്താണ് ഇതൊരു മീഡിയമാണ് വിചാരിക്കാം, മീഡിയം 1. ഓക്കെ, ദിസ് ഇസ് ദ മീഡിയം 1 ആൻഡ് ദിസ് ഇസ് ദ മീഡിയം 2. അപ്പൊ എന്താണ്, ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഈ മീഡിയത്തിൽ നിന്നും ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, ഈ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ്, ശരിക്കും ഈ ലൈറ്റ് പോകേണ്ടത് എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെയാണ് പോകേണ്ടത്, ഒരു ഡീവിയേഷനോ ബെൻഡിങ്ങോ ഇല്ലാതെ. പക്ഷേ എന്താണ്, റിഫ്രാക്ഷൻ പ്രകാരം ഒരു മീഡിയത്തിൽ നിന്നും അടുത്തൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫിനോമിനയാണ് എന്ത് പറയുന്നത്, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ദ ലൈറ്റ് ഗെറ്റ്സ് ബെൻഡ്. ഓക്കെ, ദാറ്റ്സ് ഫിനോമിന ഇസ് കാൾഡ് റിഫ്രാക്ഷൻ. ഇനി എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത്? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ. അപ്പൊ ഈ റേനെ നമ്മൾ എന്താ പറയുക, ദിസ് ഇസ് ഇൻസിഡന്റ് റേ തന്നെയാണ് ആൻഡ് ദിസ് ഇസ് നോർമൽ. ഈ ബെൻഡ് ചെയ്തിട്ടുള്ള ഈ റേനെ നമ്മൾ പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, റിഫ്ലക്റ്റഡ് അല്ല, റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, സോ ഫസ്റ്റ് ലോ പറയുന്നതും അത് തന്നെയാണ്. എന്താണ്, ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും. കണ്ടോ, ഇത് മൂന്നും എന്താണ്, ഒരേ പ്ലെയിനിലായിരിക്കും. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ദേ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന്റെ ഫസ്റ്റ് ലോ പറയുന്നത് തന്നെയാണ്. ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും എന്തായിരിക്കും, ഒരേ പ്ലെയിനിലായിരിക്കും. ദെൻ സെക്കൻഡ് ലോ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്നെൽസ് ലോ, ബട്ട് വെരി സിമ്പിൾ. എന്താണ് സ്നെൽസ് ലോ പറയുന്നത്? സ്നെൽസ് ലോ എന്നുള്ളതാണ് സെക്കൻഡ്, സ്നെൽ എന്ന് പറയുന്ന എന്താണ് സെക്കൻഡ് ലോ. എന്താണ്, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. എന്താണ് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് N21, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എന്താണ് N21? N21 എന്ന് പറഞ്ഞാൽ it is equal to N2 by N1. അതായത് എന്താണ് N2 N1 ഒക്കെ? ഇറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്, ന്യൂ ടേം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ N2 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. നമ്മളിപ്പോ എന്താ പറയുന്നത്, റിഫ്രാക്ഷൻ ആണ്. അതിൽ എന്തുണ്ടാവുമായിരിക്കും, 2 മീഡിയം ഉണ്ടായിരിക്കും. കാരണം എന്താ, ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്കാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ സ്നെൽസ് ലോ എന്താ പറയുന്നത്, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ വന്ന് പതിക്കുന്ന, ലൈറ്റ് വന്ന് പതിക്കുന്ന ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, അതിനാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതിന്റെ സൈൻ ഡിവൈഡഡ് ബൈ ഏത് ആംഗിളിലാണ് റിഫ്രാക്ട് ചെയ്യപ്പെട്ടത്, അത് ആ ആംഗിൾ, അത് ഇതിന്റെ രണ്ടിന്റെയും സൈനിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് second medium divided by refractive index of first medium. So this is called the Snell's law. അപ്പോൾ Snell's law എഴുതാൻ പറഞ്ഞാൽ എഴുതും sin I by sin R. sin I by sin R is equal to N2 by N1. ഈ N2 by N1 നെയാണ് നമ്മൾ N21 എന്ന് പറഞ്ഞ് സിമ്പിൾ ആക്കി എഴുതിയിട്ടുള്ളത്.
ഇതിന്റെ അർത്ഥം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം n2 by n1 where n is the refractive index of a medium. ഓരോ മീഡിയത്തിനും എന്താണ് ഒരു കോൺസ്റ്റന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് ദ സ്നെൽസ് ലോ. ഇനി സപ്പോസ് നമ്മളുടെ എയർ ആണ് ഫസ്റ്റ് മീഡിയം എന്ന് വിചാരിക്കാം. ഓക്കെ, എയർ ആണ് ഫസ്റ്റ് മീഡിയം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് സൈനൈ ബൈ സൈനാർ എന്ന് പറയുന്നത് എന്താണ്? സൈനൈ ബൈ സൈനാർ എന്ന് പറയുന്നത് n2 n1 ആണ് അല്ലെ? n2 by n1 ആണ്. അപ്പോൾ n1 എയർ ആണ് ഫസ്റ്റ് മീഡിയം എന്ന് വിചാരിക്കുക. അതായത് n1 എന്ന് പറയുന്നത് എയർ ആണ്. അങ്ങനെയാണെങ്കിൽ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈനൈ ബൈ സൈനാർ ഇസ് ഈക്വൽ ടു n2 എന്ന് കിട്ടും അല്ലെ? അതായത് സൈനൈ ബൈ സൈനാർ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. സൈനൈ ബൈ സൈനാർ ഇസ് ഈക്വൽ ടു n2 ഇസ് കോൾഡ് ദ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. അതായത് നമ്മുടെ ഫസ്റ്റ് മീഡിയം എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സൈനൈ ബൈ സൈനാർ ഇസ് ഈക്വൽ ടു n എന്ന് എഴുതാം അല്ലെ? കാരണം അവിടെ പിന്നെ ആകെ ഒരൊറ്റ മീഡിയമേ ഉള്ളൂ, മറ്റേത് എന്താണ്? എയർ ആണ്. Okay, so that is called the absolute refractive index of second medium. The first medium is air. The refractive index of air is 1. Okay, അപ്പോൾ സ്നെൽസ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എഴുതണം. എന്ത്? സൈനൈ ബൈ സൈനാർ ഇസ് ഈക്വൽ ടു n2 by n1 where n2 is the refractive index of second medium and n1 is the refractive index of first medium. Now example of refraction. Okay, ഇനി എന്താണ് നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് വരിക എന്നുള്ള കേസിൽ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് എന്തുണ്ട്? മീഡിയം ഉണ്ട്. ഡെൻസർ മീഡിയം ഉണ്ട്, റയറർ മീഡിയം ഉണ്ട്. ഓക്കെ, ഡെൻസർ മീഡിയം ഉണ്ട്, റയറർ മീഡിയം ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ബെൻഡ് ടുവാർഡ്സ് ദി നോർമൽ. നോർമലിന് അടുത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ഇനി ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എവേ ഫ്രം ദ നോർമൽ. റിഫ്രാക്റ്റഡ് റേ എങ്ങനെയായിരിക്കും പോവുക? നോർമലിന് എവേ ആയിട്ടായിരിക്കും പോകുന്നത്. മറ്റേത് നോർമലിന് അടുത്തോട്ടാവും വരിക. അപ്പൊ ഈ രണ്ട് കേസസ് ഉണ്ട്, ഡെൻസർ ടു റെയറും റെയർ ടു ഡെൻസറും. അപ്പൊ നമുക്ക് എന്താണ്? ഇവൻ ആണ് ഒബ്ജക്റ്റിന്റെ ഡെൻസർ മീഡിയം. ഒരു ഡെൻസർ മീഡിയത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു റെയറർ മീഡിയത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് എന്താണ് നമ്മൾ കരയിൽ നിൽക്കുകയാണ്, നമ്മളൊരു കുളത്തിലുള്ള മീനിനെ നമ്മൾ നോക്കാന്ന് വിചാരിക്കുക. അതായത് എന്താണ്? വെള്ളം എന്ന് പറയുന്നത് എയറിനേക്കാൾ ഡെൻസർ ആയിട്ടുള്ള മീഡിയമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എയറിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലോട്ട് നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആക്ച്വലി അതെന്താണ്? കുറച്ചും കൂടെ താഴത്താണ്, പക്ഷെ നമുക്ക് അത് കുറച്ച് കൂടെ സർഫസിലോട്ട് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പൊ ആദ്യം എന്താണ്? ആദ്യം സപ്പോസ് എന്താ ഇതാണ് ഇതായിരിക്കും ആക്ച്വലി ആ ഒബ്ജക്റ്റ്. പക്ഷെ നമ്മൾ കരയിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ കരയിൽ നിന്ന് വെള്ളത്തിലോട്ട് നോക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് എന്താണ്? ഒരു ഇവിടെയായിട്ട് കാണും. അപ്പൊ അതിന്റെ ശരിക്കും അർത്ഥം എന്ന് പറയുന്നത് ഇത്രയുണ്ടല്ലോ, ഇത്രയും ആളത്തെ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ് ഇത്ര അടുത്ത് തോന്നുകയുള്ളൂ. സോ ഇതാണ് ഈ പക്ഷേ ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം. ഒരു മീഡിയത്തെ ഇൻഡെക്സ് ആ രണ്ട് ഡെപ്തുകൾ തമ്മിലുള്ള റേഷ്യോ, റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ apparent depth. Refractive index is the ratio of real depth to the റയർ ലോട്ട്. നമ്മൾ കരയിൽ നിന്ന് അത് ശരിക്കും അതിനേക്കാളായിരിക്കും. പക്ഷെ നമുക്ക് എന്താണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ശരിക്കും കൊടുത്തിട്ടുണ്ടോ? ഒന്നും കൂടെ ശരിക്കും ഒബ്ജക്റ്റീവ് ഇവിടെയാണ്. നമുക്ക് എന്താണ് സർഫസിലോട്ട് കയറി നിൽക്കുന്നത്.
സോ അതാണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ റിഫ്രാക്ഷന്റെ എക്സാമ്പിൾ ആണ് അതുപോലെ എന്താണ് നമുക്ക് സണ്ണിനെ ആക്ച്വലി സണ്ണ് റൈസ് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിസിബിൾ ആവും. ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണം സൺ ആക്ച്വലി ഇവിടെയാണ് അല്ലെ, എന്താണ് ഹൊറൈസണിന് മുകളിലേക്ക് വന്നാല് സൺറൈസ് ശരിക്കുള്ളൂ. പക്ഷെ അതിന് 2 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് സണ്ണിനെ ഇവിടെ വിസിബിൾ ആവും. അപ്പാരന്റ് പോർഷൻ ശരിക്കുള്ള റിയൽ പോർഷൻ സണ്ണിന്റെ ഇവിടെയാണ്, പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ റൈസ് ചെയ്യുന്ന സൂര്യൻ ഉദിക്കുന്നതിന് 2 മിനിറ്റ് മുന്നേ തന്നെ നമുക്ക് സൺ വിസിബിൾ ആവാൻ തുടങ്ങും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അതുപോലെ സൺറൈസ് എന്ന് പറയുന്നത് 2 മിനിറ്റ്സ്, സൺസെറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ് ശേഷമായിരിക്കും. ആക്ച്വൽ സൺസെറ്റിന് 2 മിനിറ്റ് ശേഷമായിരിക്കും നമുക്ക് സൺസെറ്റ് ആയിട്ടുള്ളത് തോന്നുക. അപ്പോൾ ഇറ്റ് ഈസ് ഈ രണ്ടും ഈ സൺറൈസും സൺസെറ്റും ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ. 2 മിനിറ്റ്സ് ബിഫോർ അല്ലെ, സൺറൈസ് 2 മിനിറ്റ്സ് ബിഫോർ നമുക്ക് സൺറൈസ് കാരണം റിഫ്രാക്ഷൻ ആണ്. These are the examples for refraction. Now we move on to total internal reflection, which is very important. Okay, next one is total internal reflection. അപ്പോൾ നമ്മളിപ്പോ എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ എന്താണ് ഡെൻസർ മീഡിയം, എന്താണ് റെയറർ മീഡിയം എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കുന്നത് നോക്കിയേ, ഇതാണ് നമ്മള് ഓക്കെ നമ്മള് ഡെൻസർ മീഡിയം എന്ന് വിചാരിക്കാം. ഓക്കെ, ഡെൻസർ മീഡിയം, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, and ഇതാണ് നമ്മുടെ റെയറർ മീഡിയം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ലൈറ്റ് നമ്മളുടെ ഡെൻസർ മീഡിയത്തിൽ ആൻഡ് ദിസ് ഇസ് ദ റെയറർ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. ഓക്കെ, ലൈറ്റ് വന്ന് പതിക്കുന്നു. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലാവുമ്പോൾ എന്താണ് നോർമലിൽ നിന്നും എവേ ആയിരിക്കും അല്ലെ, നോർമലിന് എവേ ആയിരിക്കും പോകുന്നത്, റിഫ്രാക്ട് ചെയ്തു പോകുന്നു. അങ്ങനെ എന്താണ് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളുടെ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നു, വേറൊരു മീഡിയത്തിലേക്ക് പോവാതെ എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഇതെങ്ങനെയാണ് ഈ ഒരു മീഡിയത്തിലേക്കാണ് ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെ എന്താണ് വേറൊരു മീഡിയം ആകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ നോർമൽ, ഇതാണ് നോർമൽ ഹെവി ആയിട്ട് പോകുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുമ്പോൾ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുമ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെ ആയിരിക്കും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തുമ്പോൾ നമ്മളുടെ ലൈറ്റ് എങ്ങനെയാണ് റിഫ്രാക്ട് ചെയ്യുന്നത്, എന്താണ് ഈ 2 മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിലൂടെ ആയിരിക്കും റിഫ്രാക്ഷൻ സംഭവിക്കുക. ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ തീറ്റ. So critical angle എന്ന് പറയുന്നത് എന്താണ്? It is the angle of incidence at which the refracted ray just traces the surface of separation of 2 media is called critical angle. 2 media, ഡെൻസർ മീഡിയ, റെയറർ മീഡിയ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് എങ്ങോട്ടാ റിഫ്രാക്ട് ചെയ്യുക, ഇതാണ് നോർമൽ അല്ലെ, നോർമലിന് എവേ ആയിട്ട്, അതായത് നോർമലിന് വിട്ട് വരും. അങ്ങനെ വിട്ട് വന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്തിയപ്പോൾ ലൈറ്റ് എങ്ങനെ ട്രാവൽ ചെയ്തു, ആ 2 മീഡിയത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ സർഫസിലൂടെയാണ് ലൈറ്റ് ഇപ്പോൾ റിഫ്രാക്ട് ചെയ്ത് പോയത്. അങ്ങനെയുള്ള ആ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് the angle of incidence at which the refracted ray just traces the angle of separation of 2 media is called a critical angle. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, it is represented by theta. ഇനി നിങ്ങളൊന്ന് നോക്കിയാൽ ഇപ്പോ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിൾ, എത്ര വാല്യൂ നമുക്കറിയില്ല അല്ലെ. ഒരു പെർട്ടിക്കുലർ ആംഗിളിലാക്കിയപ്പോൾ എന്ത് ചെയ്തു, ലൈറ്റ് ജസ്റ്റ് സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെയാണ് റിഫ്രാക്ട് ചെയ്തത്. ഇനി നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂട്ടിക്കഴിഞ്ഞാലോ, കുറച്ചും കൂടി കൂട്ടിയ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് എങ്ങോട്ടായിരിക്കും ഇനി വരിക, കാരണം ഇത് എന്താണ് ഈ ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് വന്ന് ഇവിടെ എത്തി. ഇനി അതിനേക്കാൾ കൂടിയൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ നിന്നാണ് നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയൊരു എന്താണ് ആംഗിളിൽ നമ്മൾ ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചാൽ ആ ലൈറ്റ് എന്ത് ചെയ്യും, അതേ മീഡിയത്തിലേക്ക് തന്നെ, മറ്റേ മീഡിയത്തിലേക്ക് പോവാതെ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്.
So what you mean by total internal reflection? When a light ray travels from denser medium to rarer medium, that is very important. Denser നിന്നും റെയറിലോട്ട് തന്നെ പോകണം, എന്നാലേ ഇത് നടക്കുള്ളൂ അല്ലെ. കാരണം എന്നാലേ നോർമലിൽ നിന്നും ഹെവി ആയിട്ട് ഇങ്ങനെ വരുള്ളൂ. മറ്റേതെന്താണ്, ടുവാർഡ്സ് ദ നോർമൽ ആണ്, റെയർ ടു ഡെൻസർ ആണെങ്കിൽ. അപ്പോൾ എന്താണ്, ഒരു ലൈറ്റ് റേ ഡെൻസ് നോക്കുമ്പോൾ നമ്മൾ ലൈറ്റ് പതിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ ആംഗിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ റേ എന്ത് ചെയ്യും, അടുത്ത മീഡിയത്തിലേക്ക് പോകാതെ അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും അല്ലെ, റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ ഒറിജിനൽ മീഡിയം. അതിനെയാണ് നമ്മൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. So total internal reflection is that when a light travels from a denser medium to it reflects back to the original medium. The phenomenon is called total internal നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ refracted surface separation, that is called critical angle. So അതിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ട് ടോട്ടൽ ഇന്റേണൽ കണ്ടീഷൻ എന്താണ്, ലൈറ്റ് എന്ത് ചെയ്യണം, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് തന്നെ ട്രാവൽ ചെയ്യണം. ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. പിന്നെന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ തീറ്റ ആയിരിക്കണം. തീറ്റ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയ ആംഗിൾ ആയിരിക്കണം എന്തായാലും ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്നെൽസ് ലോ പ്രകാരം നമുക്കറിയാലോ എന്താണ്, സ്നെൽസ് ലോ പ്രകാരം വി നോ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു N2 by N1 ആണ് അല്ലെ, N2 by N1 ആണ്. ഇനി നമുക്കറിയാം നമ്മളുടെ ക്രിട്ടിക്കൽ ആംഗിൾ, സപ്പോസ് ക്രിട്ടിക്കൽ ആംഗിളിലാണ് വന്ന് പതിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് ആംഗിൾ ആയിരിക്കും, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെ ആയിരിക്കും അല്ലെ. അതായത് അവിടുത്തെ ആംഗിൾ എത്രയാ, 90 ഡിഗ്രി അല്ലേ. സോ N2 by N1 ദാറ്റ് ഈസ് സൈൻ ഐ സി, സൈൻ 90 എന്ന് പറയുന്ന 1 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു N2 by N1. N2 by N1, N2 by N1. ഇനി എന്താണ്, സപ്പോസ് ഇതെന്താണ് എയറിലോട്ടാണ് വന്ന് വീഴുന്നത് വിചാരിക്കുക. ഡെൻസിൽ നിന്നും N2 എന്ന് പറയുന്ന എയർ ആണെങ്കിൽ നമുക്ക് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. സോ സൈൻ ഐ സി ഈക്വൽ ടു 1 by N1 എന്ന് കിട്ടും. സൈൻ ഐ സി ഈക്വൽ ടു 1 by N1 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് സൈൻ ഐ സി ഇസ് ഈക്വൽ ടു 1 by N. ക്രിട്ടിക്കൽ ആംഗിൾ കൺവല്യൂഷൻ എന്താണ്, 1 by N. ആർ ഏത് മീഡിയത്തിൽ നിന്നാണോ വരുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൈൻ ഐ സി ഈക്വൽ ടു 1 by N. സ്നെൽസ് ലോ നമ്മൾ എന്ത് ചെയ്ത് അപ്ലൈ ചെയ്തു, കാരണം റിഫ്രാക്റ്റഡ് ആംഗിൾ എത്രയായിരിക്കും, 90 ആയിരിക്കും, അതിന്റെ വാല്യൂ കൊടുത്തു. ദെൻ N2 എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ അതിന്റെ വാല്യൂ N2 ന്റെ വാല്യൂ 1 ആണ്. Then we will get sin IC is equal to 1 by N. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ തന്നു കഴിഞ്ഞാൽ, IC തന്നു കഴിഞ്ഞാൽ we will have to find out the refractive index of the medium അല്ലെ. sin IC is equal to 1 by N. ഈ ഇക്വേഷനും ഓർത്തു വെക്കണം. sin IC is equal to 1 by N, where N is the refractive index, IC is the critical angle. നേരെ തിരിച്ചു 1 by sin IC is equal to N1. ഇനി എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഒന്നാമതാണ് മിറാഷ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞാല്, അതായത് എന്താണ് ഭയങ്കര സമ്മർ ഡേയ്സ്, സമ്മർ ഡേയ്സിൽ ആ സമയത്ത് എന്താണ് നമ്മൾ സർഫസിന് അടുപ്പിച്ചുള്ള എയർ, ഗ്രൗണ്ട് അടുത്തുള്ള എയർ എന്തായിരിക്കും, ഭയങ്കര ഹോട്ടായിരിക്കും. അറ്റ് ഹയർ ലെവൽസ് മുകളിലെ എയറിനെക്കാളും ചൂടായിരിക്കും എന്നുള്ളത് താഴത്തെ എയറിന് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ താഴത്തെ എന്താണ്, അതായത് റിഫ്രാക്റ്റീവ് കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എന്താണ് ഹൈറ്റ് കൂടുമ്പോൾ, എയറിന്റെ ഹൈറ്റ് കൂടുമ്പോൾ ഡെൻസിറ്റിയും കൂടും. അപ്പൊ എന്തും കൂടും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മുകളിലത്തെ എയറിന് എന്തുണ്ടായിരിക്കും, നല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടായിരിക്കും. സോ എന്താണ്, എ ലൈറ്റ് ട്രാവൽ ഫ്രം ടോൾ ഒബ്ജക്ട് ത്രൂ എ മീഡിയം
അതൊക്കെ ഈ പിക്ചർ നോക്കിയാൽ ശരിക്കും നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എന്താണ് ഒരു തെങ്ങിന്റെ പിക്ചർ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രൗണ്ടിലുള്ള എയറിന് ഓക്കെ സാധാ ടെമ്പറേച്ചറിലാണെങ്കിൽ കുഴപ്പമില്ല, എന്താണ് ഇവിടെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കും. ഓക്കെ എല്ലാ ഇവിടെയുള്ള എയറിനും താഴത്തുള്ള എയറിനും മുകളിലുള്ള എയറിനും ഒക്കെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യും ഇതിനെ കാണാനായിട്ട് പറ്റും, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ ഇനി അതല്ല നല്ല ഹോട്ടർ സമ്മർ ഭയങ്കര സമ്മർ സീസൺ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കണ്ടോ എന്താണ് ഈ താഴെയുള്ള എയർ എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു നല്ല ചൂടാകുന്നു. അപ്പൊ മുകളിലുള്ള എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു കൂടുന്നു. കാരണം അവരുടെ ഡെൻസിറ്റി കൂടും, അവരുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും, അങ്ങനെ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടും. അപ്പൊ എന്താണ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതില് ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഹൈറ്റ് കൂടിയ ഒബ്ജക്റ്റ് നോക്കുകയാണ്. അതായത് ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിലേക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ എയറിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞതിലേക്ക് അല്ലേ. സോ അപ്പൊ അവിടെ എന്ത് നടക്കും, അവിടെ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും, എന്താണ് ഈ എങ്ങനെയുള്ള ഇമേജാ കിട്ടുന്നതെന്നൊക്കെ വി വിൽ ഗെറ്റ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റന്റ് ഒരു ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴാണ് കേട്ടോ, ഡിസ്റ്റന്റ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻവേർട്ടഡ് ഇമേജ്. നമുക്ക് അത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെ ഒബ്സർവറിന് ഫീൽ ചെയ്യും. ഓക്കെ അതിനെ നേരെ തലകുത്തനെ അങ്ങനെ എന്ത് നിൽക്കുന്നതായിട്ട് സെയിം ഒബ്ജക്ട് നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ അപ്പൊ അത്ര നിങ്ങൾ ഓർത്താൽ മതി. മിറാഷ് എന്ന് പറയുന്ന ഫിനോമിന എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്താണ് ഇതുപോലെ പ്രിസംസ് അതായത് റൈറ്റ് ആംഗിൾ ഐസോസിലസ് പ്രിസം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ബെൻഡ് ലൈറ്റ് റേസ്, അതായത് ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ ബൈ എന്താണ് 90 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലൊക്കെ റൈറ്റ് ആംഗിൾ ഐസോസിലസ് പ്രിസം ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്യിപ്പിക്കും. അതുപോലെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്, അതായത് ഡയമണ്ട്സ് ഇത്രത്തോളം താങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ്, ഇന്റേണൽ റിഫ്ലക്ഷൻ കൊണ്ടാണ്. കാരണം ഡയമണ്ടിന് വളരെ ചെറിയ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, 24.4 ആണ് ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ. സോ അതിനേക്കാൾ കൂടിയൊരു ആംഗിളിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അതല്ലേ നമ്മളെ കണ്ടീഷൻ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ അല്ലെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളില് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. സോ ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ ബൈ ഹാർട്ട് ചെയ്യണം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. 24.4 ഡിഗ്രി ആണ് ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഡയമണ്ടിന്റെ ആംഗിളിനേക്കാൾ വലിയ ആംഗിളിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഏതിന്റെ, ഡയമണ്ടിന്റെ അകത്ത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഡയമണ്ടിനെ ആ രീതിയിൽ പ്രോപ്പർ എന്താണ് ആംഗിൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും. ആ മൾട്ടിപ്പിൾ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ടാണ് ഡയമണ്ടിന് ഇത്രയും തിളക്കം ബ്രില്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ദെൻ നെക്സ്റ്റ് application of total internal reflection on optical fibers എന്ന് പറയും. ഓക്കെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മളെ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. സി ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ അതിന്റെ ഒരു കോറും ഉണ്ട്, ഒരു ക്ലാഡിംഗ് റീജിയൻ ഉണ്ട്, ഒരു കോർ ആൻഡ് ക്ലാഡിംഗ് റീജിയൻ ഉണ്ട്. അതിൽ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലാഡിംഗ് റീജിയനേക്കാൾ കൂടുതലാണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലാഡിംഗ്. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു ഒപ്റ്റിക്കൽ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിക്ചർ എന്ന് പറയുന്നത്. സോ ഇതാണ് കോർ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ കോർ റീജിയൻ, ദെൻ ദിസ് ഇസ് ക്ലാഡിംഗ്. കോർ റീജിയനും ക്ലാഡ് റീജിയൻ. അപ്പോൾ എന്താണ് കോറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് ഇതിനേക്കാളും ക്ലാഡിംഗ് റീജിയനേക്കാളും. സോ വെൻ ലൈറ്റ് ഇൻസിഡന്റ് എന്താണ് ഒരു എൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു എൻഡിൽ നിന്നും ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോറിനല്ലേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അത് ക്ലാഡിംഗ് റീജിയൻ നോക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നു. ഓക്കെ ഈ കോറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അത് പുറത്തോട്ട് പോകുന്നു. ഓക്കെ അപ്പൊ അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നുണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ റിപ്പീറ്റഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാൻ കാരണം, കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്ലാഡിംഗിനേക്കാൾ കൂടുതലാണ്. നമുക്കറിയാം എന്താണ്, ഡെൻസറിൽ നിന്നും റെയറിലോട്ട് തന്നെ ലൈറ്റ് പോകണം അല്ലെ, എന്നാലേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഇവിടെ കോറിന്റെതാണ് കൂടുതൽ, കോറിൽ നിന്നും ക്ലാഡിലേക്കാണ് പോകുന്നത്, അതായത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട്. സോ എന്താണ്, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് എന്ത് ചെയ്യുന്നു, ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് നമ്മൾ ഏതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ, അതുപോലെ എൻഡോസ്കോപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്.
So these are the applications of total internal reflection. So ഇതൊക്കെയാണ് മിറാഷ്, brilliance of diamond, then optical fibers, ഇതൊക്കെ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അപ്ലിക്കേഷൻസ് ആണ്. ദെൻ ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 24.4 ഡിഗ്രി ആണ്. ദെൻ അതുപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് എന്താണ്? ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയർ മീഡിയത്തിലോട്ട് തന്നെ ലൈറ്റ് ട്രാവൽ ചെയ്യണം. ദെൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ IC ഓർ തീറ്റ. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ വലിയൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിലായിരിക്കണം ലൈറ്റ് വന്ന് പതിക്കേണ്ടത്. അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ബാക്ക് ഇൻ ടു ദ സെയിം മീഡിയം. അത് അതേ മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നു. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് the angle of refracted just traces the surface of separation of two media അല്ലെ? രണ്ട് മീഡിയത്തിന്റെയും സെപ്പറേഷനിലൂടെ, സർഫസ് ഓഫ് സെപ്പറേഷനിലൂടെയാണ് റിഫ്രാക്ഷൻ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. Then okay, so today we discuss about the reflection by spherical mirrors, technical terms associated with the spherical mirrors, two type of mirrors, relationship between focal length and radius of curvature, mirror equation 1/f is equal to 1/u plus 1/v. Then what is the phenomenon of refraction, laws of refraction, Snell's law, it's very important. Sin I by sin r is equal to n2 by n1, where n is the refractive index of the medium. Then total internal reflection and its applications. Okay, so this is all about for today. Thank you.